നീ വിളിച്ച ഇപ്പൊ അവൾ ഇറങ്ങില്ല. അറിയില്ല. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? വാ പോയി 2 അടിക്കുക. എടാ തൂക്കാണെങ്കിൽ ഇപ്പൊ തൂക്കണം. നീ പറഞ്ഞു. അതൊന്നും വേണ്ട. ഞാൻ സെറ്റിൽ ആവുന്നോണ്ടല്ലോ അവനെ വേണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. എനിക്ക് അവളോട് സോറി പറയണം, അത് മാത്രം മതി. ഈ തിക്കും തിരക്കൊന്നും കഴിയട്ടാ, നമുക്ക് വഴിയുണ്ടാക്കാം. കുഴപ്പമൊന്നുമില്ല, കേറാ. പ്രിൻസി, നീ എന്താ ഇവിടെ? പേടിക്കണ്ട, അവര് സോറി പറയാൻ വേണ്ടിയാണ്. നാളെ കല്യാണമാണ്, നീ എന്ത് ഭാവിച്ചാ? സോറി പറയാനല്ലേ വന്നത്, പറഞ്ഞിട്ട് പൊക്കോ. സോറി, ഞാൻ പോവാ. ആരാ? ഓ അവിഹിതമല്ലേ? രണ്ടുപേരും എന്റെ മൂക്കിലിട്ട് പൊളിക്കായിരുന്നല്ലേ? എടാ എന്റെ 16ാമത്തെ പ്രപ്പോസലായിരുന്നു അത്. ഇതെങ്കിലും നടക്കുന്നു ഞാൻ വിചാരിച്ചേ. ഇപ്പൊ അതും പൂജി. 17 ഉണ്ടല്ലോ. എടാ നീയൊക്കെ പ്രേമിക്കും, വീട്ടിൽ പ്രോബ്ലം ആവും, വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിക്കും. അതിൽ പെട്ടുപോണ ഞങ്ങളെ പോലെയുള്ള പയ്യന്മാരാടാ. മടുത്തറ ഞാൻ പോണു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ കെട്ടാൻ പോണില്ല. എന്തായാലും കല്യാണത്തലേന്ന് എല്ലാം അറിഞ്ഞല്ലോ. വിട്ടേക്ക്. അല്ല, നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയതിന്നല്ല? അല്ല അത് കല്യാണമാണ് ഈ മാസം 25-ന്. കുടുംബസമേതം വരണം. പെണ്ണ് എന്നെ പോലെയല്ലടാ, പതിവ്രത. എന്റെ മോനെ നമ്മളൊന്ന് കണ്ടിട്ടില്ലേ? പിന്നെ കുടുംബക്കാർക്ക് നല്ല പൈസയുണ്ട്. എത്ര ലിറ്റർ സാധനം വേണം? എത്ര ലിറ്റർ സാധനം വേണമെന്ന്? ഒരു 15 എടുത്തു. 15 20 ആക്കാം. വരണം ട്ടാ, മറക്കരുത്. പോട്ടെ. എടാ, അതിന് ഞാനോ നീയോ പോയി അവളോട് പറഞ്ഞ അവളത് അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, പക്ഷെ നമുക്ക് വഴിയുണ്ടാക്കാം. വൈകിട്ടാണ് ഞാൻ വിളിക്കാം, ഉറപ്പായിട്ട് ഞാൻ വിളിക്കാം. എടാ നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതായത് കോളേജിൽ ഇവൻ എൻ്റെ സീനിയറാണ്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇവൻ പെൺ വിഷയത്തിൽ ഭയങ്കര അലമ്പ. ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കരം. നമുക്ക് അത് വെച്ച് ഇവന് വീട്ടണം. നീ കാര്യം പറയടാ. എടാ ഒരുപാട് ഒക്കാതെ ഒത്ത പ്രൊപ്പോസൽ അല്ലേ ഇത്? അതെ. അപ്പൊ നമുക്കിതൊന്ന് സ്ട്രോങ് ആക്കണ്ടേ? എങ്ങനെ? കല്യാണത്തലേന്ന് രാത്രി നീ അവളുടെ വീട്ടിൽ പോയി പ്രപ്പോസ് ചെയ്യണം. എന്തിന്? അത് ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടു. അതിൽ പറയണത് ആദ്യം കല്യാണം പിന്നെ പ്രണയം. അത് നമുക്ക് ഇവിടെ പ്രയോഗിച്ചാലോ? നീ പറയണത് എനിക്ക് അങ്ങനെ വലുതായി മനസ്സിലായൊന്നുമില്ല, പക്ഷെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നീ പ്ലാൻ പറ. കല്യാണത്തലേന്ന് തിരക്കെല്ലാം ഒഴിഞ്ഞ ശേഷം പ്രിൻസിയുടെ വീടിന്റെ മതിലയാടി നീ വരുന്നു. അവിടെ ഞാൻ ഏണിയുമായി കാത്തു നിൽക്കുന്നു. എന്തു പറയുന്നു? ഞാൻ വിളിക്കാം. അവൻ വരുന്ന മുമ്പ് നീ കയറണം. കുഴപ്പമൊന്നുമില്ല, കയറ. എന്റെ പ്രിൻസി, ഓ അവിഹിതമല്ലേ? ഞാൻ പോണു. നന്ദിയുണ്ട്. നീ ഇല്ലായിരുന്നു അമ്മേന്റെ അവിഹിതം എനിക്കറിയില്ല. താങ്ക്സ് റോബത്ത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ കെട്ടാൻ പോണില്ല. മനഃപൂർവ്വം തന്നെ ഇതൊക്കെ ചെയ്ത, വേറൊന്നിനുമല്ല. അവൻ ശരിയല്ല, ഞാനും അത്ര നല്ലവനൊന്നല്ല. പക്ഷെ അവനെ പോലെ പെണ്ണുകൂടിയനല്ല.
എടാ അവനൊരു പെണ്ണ് പിടിയനാ. അവൻ അവളെ കിട്ടുന്നത് നിനക്ക് ഒരു പ്രശ്നമില്ലേ? എടാ ഞാനോ നീയോ അത് പറഞ്ഞാൽ അവളത് അക്സെപ്റ്റ് ചെയ്യോ? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? പിന്നെ എന്നോടുള്ള വാശിൻ്റെ പുറത്ത് ചാടിക്കറി ആരും കെട്ടാൻ നിൽക്കണ്ട. ഞാനൊരു ശല്യത്തിനും വരില്ല. നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ നീ ജീവിച്ചോ. ശരി. എടാ പറയടാ. ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടേ, അപ്പൊ അതുപോലെ ഒന്ന് സർപ്രൈസിന് വേണ്ടി പോയതാ. എന്നിട്ട് സർപ്രൈസ് ആയോ? ഒന്ന് മിണ്ടായിരിക്കൂ. തന്തപ്പടീനെ കൊണ്ട് അപ്പോ ചെക്കനും മണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഞാൻ ഫോണിൽ കൊണ്ട് ഇല്ലെങ്കിൽ നീ വീണ്ടും സർപ്രൈസ് ഓർക്കണ്ടി. തന്തപ്പടീനെ കൊണ്ട് പിന്നെ പേരെന്താന്നാ പറഞ്ഞേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ എന്നെ ഇഷ്ടമല്ലാന്നല്ലേ? ഞാനൊന്ന് പറയട്ടെ. പറ. ഐ എം നോട്ട് വെർജിൻ. പഴയ പോലെ വിളവെടുപ്പൊന്നുമില്ല, പിന്നെ തട്ടിമുട്ടി അങ്ങോട്ട് പോണു. ഞങ്ങൾക്ക് കല്യാണത്തിന് സമ്മതമാ. അതെ, ഞാനും ഇതേപോലെ തന്നെയാണ്. തനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ കെട്ടിക്കോളാം. ഓക്കെ ആണോ? എടാ എന്തായാലും അവളുടെ കല്യാണം മുടങ്ങിയില്ലേ, നീ അവളെ ഒന്ന് വിളിച്ചോ. ഹലോ, ഞാനേ ഒരു തീരുമാനത്തിലെത്തി. എന്ത്? അല്ല, ഞാൻ കാരണമാണല്ലോ നിന്റെ കല്യാണം മുടങ്ങിയത്. അതുകൊണ്ട് നല്ല വല്ല പ്രപ്പോസൽ വന്നാലേ ഞാൻ അറിയിക്കാം. ഇത്തിരി പോടാൻ മതി. കിട്ടിയ നന്നായി. എൻ്റെ ദേവി, 16ാമത്തെ കല്യാണം തലേന്ന് മുടങ്ങി. ഈ കല്യാണമെങ്കിലും നടത്തി തന്നെ ഇതെൻ്റെ 17ാമത്തെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് മുടങ്ങിയാലും കൂടി കുഴപ്പമില്ലായിരുന്നു. സർവേശ്വര രക്ഷിക്കണേ. എന്തത്? അല്ലേ വരുന്നത്? ഇതാർക്കാണല്ലോ.